സീറോ മലബാർ സഭയിലെ ഹതഭാഗ്യരായ വിശ്വാസികൾ അവരുടെ സിനഡിനോട് ചോദിക്കേണ്ട 3 ചോദ്യങ്ങൾ. കത്തോലിക്കരായ വിശ്വാസികൾക്ക് ചോദ്യം ചോദിക്കുവാൻ അവകാശമില്ല എന്നത് എനിക്കറിയാം. എന്നാലും ഗത്യന്തരമില്ലാതെ വരുമ്പോൾ ഒരു കഴുതയെ പോലും കണ്ടമാനം അടിച്ചാൽ അതിൻ്റെതായ വിധത്തിൽ കഴുത പ്രതികരിക്കും, പ്രതിഷേധിക്കുമെന്ന് നമുക്കറിയാം. എന്ന് പറഞ്ഞതുപോലെ പ്രതിഷേധിക്കുവാൻ അല്ലെങ്കിൽ ചോദ്യം ചോദിക്കുവാൻ യാതൊരു അവകാശവുമില്ലാത്ത, ക്രിസ്തുവിൽ കൂടെ സ്വതന്ത്രരായവരും എന്നാൽ സഭയിൽ കൂടെ അടിമകളുമായ സീറോ മലബാർ സഭയിലെ വിശ്വാസികൾ അവരുടെ സിനഡിനോട് ചോദിക്കേണ്ട 3 ചോദ്യങ്ങൾ. ആദ്യത്തെ ചോദ്യം ഭാഷാപരമാണ്. ഭാഷയിൽ നിങ്ങൾക്കറിയാം, ഏത് ഭാഷയിലും ഓരോ വാക്കുകളും എങ്ങനെ ഉച്ചരിക്കണം എന്നതിന് പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട്. അത് ഇംഗ്ലീഷ് ഭാഷയിൽ വളരെ പ്രത്യേകമായിട്ട് നമുക്കറിയാം. കൃത്യമായ പ്രൊനൗൺസിയേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഭാഷ വേണ്ടതുപോലെ കൈകാര്യം ചെയ്യുന്നു എന്നൊരു ധാരണ പോലും വരുത്തി വെക്കാൻ സാധ്യമാകുകയുള്ളൂ. അപ്പോൾ സീറോ മലബാർ സഭ, പ്രത്യേകിച്ച് എറണാകുളം അങ്കമാലി ഡയസിസിലെ അംഗങ്ങളെല്ലാം ഒരു പറ്റമായി ചെന്ന് അവരുടെ സഭാ നേതൃത്വത്തിൻ്റെ മുമ്പിൽ സാഷ്ടാംഗം വീണ് നമസ്കരിച്ച് അവരോടായി ചോദിക്കേണ്ടത്, അല്ലയോ പിതാക്കന്മാരെ, അല്ലയോ മെത്രാൻ ശ്രേഷ്ഠന്മാരെ, നിങ്ങൾ കൂടി ആലോചിക്കുന്ന സഭയുടെ പേര് SYNOD എന്നാണ്. SYNOD. അതിനെ ഞങ്ങൾ നാളിതുവരെ സിനഡ് എന്നാണ് ഉച്ചരിച്ചു കൊണ്ടിരുന്നത്, പ്രൊനൗൺസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ നിങ്ങളുടെ ഇപ്പോഴത്തെ സ്വഭാവം അനുസരിച്ച് നോക്കുമ്പോൾ അത് പോരാ എന്ന് ഞങ്ങൾക്ക് തോന്നുന്നു. അത് ഈ സഭയിലെ 95% ആളുകൾ അങ്ങനെ തന്നെയാണ് വളരെ ശക്തമായി ഫീൽ ചെയ്യുന്നത്, വിശ്വസിക്കുന്നത്. എല്ലാവരുടെയും അഭിപ്രായം ഇത് സിനഡല്ല, സയനൈഡാണ്. അപ്പോൾ ഇനി SYNOD എന്നത് ഞങ്ങൾ സയനൈഡ് എന്ന് ഉച്ചരിച്ചോട്ടെ, പ്രൊനൗൺസ് ചെയ്തോട്ടെ എന്ന് ചോദിക്കണം. അപ്പോൾ അവരെന്ത് മറുപടി പറയുന്നതിനനുസരിച്ച് നമുക്ക് ചെയ്യാമല്ലോ. അവർ മിക്കവാറും അത് സമ്മതിക്കാനാണ് സാധ്യത. കാരണം അവർക്ക് വേണ്ടത് ഏറ്റവും ശക്തമായ ഇഫക്റ്റാണ്. ഇഫക്റ്റ് വെച്ച് നോക്കുമ്പോൾ സിനഡിനേക്കാൾ ഇഫക്റ്റ് സയനൈഡിനാണ്. സയനൈഡ് നമുക്കറിയാം, ഒരു ക്യാപ്സ്യൂൾ കടിച്ചാൽ അന്നേരം ചത്തുപോകും, ആ നിമിഷം ചത്തുപോകും. അതിനെപ്പറ്റിയൊരു കഥ പറയുന്നത്, ഒരു ശാസ്ത്രജ്ഞൻ സയനൈഡിൻ്റെ രുചി എന്താണെന്ന് ഒന്ന് ടേസ്റ്റ് ചെയ്യാനായിട്ട് ശകലം നാവിലിട്ട് ജീവൻ പ്രണയപ്പെടുത്തിയാൽ സാരമില്ല, അതിൻ്റെ രുചി എന്താണെന്ന് ലോകത്തെ അറിയിക്കണം എന്ന് വിചാരിച്ച് അയാൾ കുറച്ച് സയനൈഡ് എടുത്ത് നാക്കിലിട്ടു. കയ്യിൽ പേനായും മുമ്പിൽ കടലാസും വെച്ച് പെട്ടെന്ന് എഴുതണമല്ലോ, ഉടനെ മരിച്ചു പോകുമെന്നറിയാം. അപ്പോൾ അദ്ദേഹം ആകെപ്പാട് എഴുതിയത് S എന്നാണ്. അപ്പോഴത്തേക്ക് ചത്തുപോയി. ഒറ്റ ലെറ്റർ S എന്ന ലെറ്റർ എഴുതിയപ്പോഴത്തേക്ക് അദ്ദേഹം ചത്തുപോയി. അപ്പോൾ ഇന്നും S എന്തിനെ പ്രതിനിധീകരിക്കുന്നു? സ്വീറ്റ് എന്നാണോ ഉദ്ദേശിച്ചത്, സവർ എന്നാണോ ഉദ്ദേശിച്ചത്, അറിയില്ല. അപ്പോൾ അതാണ് സയനൈഡിൻ്റെ പവർ. സിനഡിന് അത്രയും പവറില്ല, പവറുണ്ട്. ഇപ്പോൾ ഈ എറണാകുളം അങ്കമാലി ഡയസിസിലുള്ള ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകളുടെ ജീവിതം നരകതുല്യമാക്കാനുള്ള പവർ സിനഡിനുണ്ട്. അവരെ തെരുവിലിറക്കി തമ്മിത്തല്ലി അവരുടെ അന്തസ്സും അഭിമാനവും സംസ്കാരവും മുഴുവനും വെള്ളത്തിലാക്കാനുള്ള പവർ സിനഡിനുണ്ട്. പക്ഷേ സയനൈഡിൻ്റെ അത്രയും ശക്തി സിനഡിനില്ല എന്നതാണ് നാളിതുവരെയുള്ള പൊതുവായ അഭിപ്രായം. അതുകൊണ്ട് നിങ്ങളുടെ ഈ വലിയ വലിയ ഭീമവും ഭീകരവുമായ അധികാരത്തിൻ്റെ തനി സ്വഭാവത്തെ ആദരിച്ച് ഞങ്ങൾ നിങ്ങളെ സയനൈഡ് എന്ന് വിളിച്ചോട്ടെ എന്ന് ചോദിക്കുക. ഇതാണ് ആദ്യത്തെ ചോദ്യം. എന്ത് മറുപടി വരുമോ നമുക്കറിയാമല്ലോ, അതനുസരിച്ച് ബാക്കി കാര്യങ്ങൾ നമുക്ക് തീരുമാനിക്കാം. രണ്ടാമതായിട്ട് നിങ്ങൾ ഇവരോട് ചോദിക്കേണ്ടത്, നിങ്ങൾ മുഖാന്തരം, നിങ്ങളുടെ പ്രേരണയിൽ, നിങ്ങളുടെ ആത്മീയമായ ഉത്തേജനത്തിൽ ഞങ്ങൾ പരസ്പരം തമ്മിത്തല്ലുന്നു. എന്നാൽ ഈ തമ്മിത്തല്ലുമ്പോൾ ഞങ്ങൾ ഏത് ദിശയിൽ തിരിഞ്ഞു നിന്നുകൊണ്ടാണ് തല്ലേണ്ടത്? ഞങ്ങളിൽ ചിലർ കുർബാന സമയത്ത് അച്ഛന്മാർ അല്ലെങ്കിൽ മെത്രാന്മാർ പടിഞ്ഞാട്ടോട്ട് തിരിഞ്ഞ് ഈ ക്രിയ ചെയ്യണമെന്ന് വിശ്വസിക്കുന്നു. ചിലർ നിങ്ങളുടെ സ്വാധീനത്തിൽ കിഴക്കോട്ട് തിരിഞ്ഞേ ആകാവൂ എന്ന് പറയുന്നു.
ഇത് ഇത്രമാത്രം പ്രാധാന്യമുള്ളതാണെങ്കിൽ ജീവിതത്തിൻ്റെ എല്ലാ അർത്ഥവത്തായ കാര്യങ്ങളും ഒന്നിൽ പടിഞ്ഞാട്ട് തിരിഞ്ഞ് അല്ലെങ്കിൽ കിഴക്ക് തിരിഞ്ഞ്. ഇപ്പോൾ കിഴക്കോട്ട് തിരിഞ്ഞ് അല്ലെങ്കിൽ പടിഞ്ഞാട്ട് തിരിഞ്ഞ് മാത്രമേ ഈ വിശുദ്ധ കുർബാന ദിവ്യബലി അർപ്പിക്കാവൂ എന്ന് ആത്മാർത്ഥമായി അടിയുറച്ച് വിശ്വസിക്കുന്നവർ ജീവിതത്തിൻ്റെ എല്ലാ പ്രധാന കർമ്മങ്ങളെങ്കിലും പടിഞ്ഞാട്ട് തിരിഞ്ഞ് മാത്രം ചെയ്യുക. ഉദാഹരണമായിട്ട് അങ്ങനെ വിശ്വസിക്കുന്ന ഒരു കത്തോലിക്കൻ്റെ വീട്ടിൽ അവൻ ഉപയോഗിക്കുന്ന ടോയ്ലറ്റ്, അതിലുള്ള ക്ലോസറ്റ് ഇപ്പോൾ തെക്കോട്ട് തിരിഞ്ഞായിരിക്കുന്നെങ്കിൽ അവനത് തിരിച്ച് പടിഞ്ഞാറോട്ട് അവൻ്റെ മുഖം തിരികത്തക്കവണ്ണം റീഫിറ്റ് ചെയ്യണമോ എന്ന് ചോദിക്കണം. അല്ലെങ്കിൽ തിരിച്ച് കിഴക്കോട്ട് തിരിയത്തക്കവണ്ണം ഇത് പൊളിച്ചു പണിയണമോ എന്ന് ചോദിക്കണം. അപ്പോൾ അതുപോലെ ജീവിതത്തിൻ്റെ എല്ലാ പ്രധാനപ്പെട്ട അനുഭവങ്ങളിലും ഞങ്ങൾ കിഴക്കോട്ട് തിരിയണമോ പടിഞ്ഞാട്ട് തിരിയണമോ എന്നതിനെപ്പറ്റി ഒരു വ്യക്തത ലഭിക്കുന്നത് നല്ലതാണ്. കാരണം ഈ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു പ്രത്യേകത, കുപ്പായം ഇട്ടുകൊണ്ട് എന്ത് പറഞ്ഞാലും അതിനകത്ത് എന്തെങ്കിലും അർത്ഥമുണ്ടോ, വള്ളിയുണ്ടോ പുള്ളിയുണ്ടോ എന്നൊന്നും നോക്കാതെ കണ്ണു അടച്ച് വിശ്വസിക്കുക. ഇപ്പോൾ കഴുതയെ അതിനെ അടിക്കുന്ന വഴി അത് പൊക്കോളും എന്ന് പറയുന്നത് പോലെ ഈ സിനഡെന്ന് പറയുന്ന സയനൈഡ് ചാട്ടവാറ് കൊണ്ട് ഇവരുടെ നിതംബത്തിൽ കാച്ചുമ്പോൾ ആ വഴിയെ പൊക്കോളും. ആ പരിശീലനം മാത്രമാണ് ജനങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് സയനൈഡ് പറയുന്ന ആ ദിശയിലേക്ക് തിരിഞ്ഞേ ഞങ്ങളിനി ടോയ്ലറ്റ് പോലും ചെയ്യത്തുള്ളൂ, അങ്ങനെയുള്ള ഒരവസ്ഥയിലേക്ക് ഞങ്ങൾ വരണമോ എന്ന് ചോദിക്കണം. അപ്പോൾ നമുക്കറിയാം എന്ത് ഉപദേശമാണ് കിട്ടുന്നത്. മൂന്നാമതായിട്ട് നിങ്ങൾ ചോദിക്കേണ്ടത് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ 2 വർഷങ്ങൾക്ക് മുൻപ് ആദരണീയനായ പാലാ പിതാവ് ജോസഫ് കല്ലറിങ്ങാട്ട് എല്ലാ കത്തോലിക്ക സ്ത്രീകളും കുറഞ്ഞത് 5 തവണയെങ്കിലും പ്രസവിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ കത്തോലിക്ക സ്ത്രീകൾ പ്രസവിക്കണമെങ്കിൽ അതിൻ്റെ തക്കതായ ഒരു ക്രമീകരണം വേണമല്ലോ. അത് നിങ്ങളുടെ ഈ മക്കളുടെ മുഷ്ടി കൊണ്ട് ഒരുപക്ഷെ നിങ്ങളുടെ ശ്രദ്ധയിൽ ഇത് പെട്ട് കാണുകയില്ല. സൈനൈഡിൻ്റെ മെമ്പേഴ്സിനോടാണ് പറയുന്നത്. അതുകൊണ്ട് അതിന് കാര്യമായ ഒരു പ്രശ്നം ഉണ്ടായിരിക്കുകയാണ്. എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഒരു കുടുംബത്തിൽ, ഒരു കത്തോലിക്ക കുടുംബത്തിൽ ഭർത്താവ് സൈനൈഡ് പക്ഷമാണ്, ഭാര്യ വിമത പക്ഷമാണ്. ഭാര്യ വിമത പക്ഷം, ഭർത്താവ് സൈനൈഡ് പക്ഷം. അപ്പോൾ സൈനൈഡ് ഭർത്താവ് കിഴക്കോട്ട് തിരിഞ്ഞ് കിടക്കുന്നു, വിമത ഭാര്യ പടിഞ്ഞാറോട്ട് തിരിഞ്ഞ് കിടക്കുന്നു. തൽഫലമായിട്ട് എന്തുണ്ടാകുന്നു? ഈ തർക്കം തുടങ്ങുന്നത് വരെ കത്തോലിക്ക അംഗസംഖ്യയിൽ ന്യായമായ വർധനവുണ്ടായിക്കൊണ്ടിരുന്നു. അതും പോരാഞ്ഞിട്ടാണ് കല്ലറിങ്ങാട്ട് പിതാവ് പറഞ്ഞത്, കത്തോലിക്ക സ്ത്രീകൾ അവരുടെ പ്രത്യേകമായ ശ്രമത്തിൽ അവരുടെ ആ ഒരു സംഭാവന എന്ന നിലയിൽ കുറഞ്ഞത് 5 പ്രസവിക്കണം. അത് ഭർത്താക്കന്മാരുടെ സഹായത്തോടുകൂടെ ആയിരിക്കണം. എന്നാൽ ഈ സൈനൈഡിൻ്റെ ഈ ഒരു ഇടപെടൽ മൂലം അതിന് കാര്യമായ പ്രശ്നം ഉണ്ടായിരിക്കുകയാണ്. കാരണം ഭർത്താവ് സൈനൈഡുകാരനാണ്, ഭാര്യ വിമതയാണ്. അപ്പോൾ ഭർത്താവ് കിഴക്കോട്ട് തിരിഞ്ഞ് കിടക്കുന്നു, ഭാര്യ പടിഞ്ഞാറ് തിരിഞ്ഞ് കിടക്കുന്നു. തൽഫലമായി കത്തോലിക്ക സഭയിൽ അംഗസംഖ്യ നന്നേ കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇതിനെപ്പറ്റി നിങ്ങൾക്ക് കരുതലുണ്ടോ? നിങ്ങളിതിനെപ്പറ്റി ബോധ്യമുള്ളവരാണോ? ഇതെങ്കിലും പരിഗണിച്ച് എന്തെങ്കിലും ഒരു പോംവഴി കണ്ടുപിടിക്കാൻ നിങ്ങൾ തയ്യാറാണോ എന്ന് ചോദിക്കണം. ഈ 3 ചോദ്യങ്ങളെങ്കിലും നിങ്ങൾ നിശ്ചയമായും എല്ലാറ്റിനെയും അടക്കി ഭരിക്കുന്ന, എല്ലാ തീരുമാനങ്ങളും എടുക്കുന്ന, നിങ്ങളുടെ ഇഹലോകവാസത്തിൻ്റെയും പരലോകവാസത്തിൻ്റെയും താക്കോൽ പിടിച്ചിരിക്കുന്ന ഈ സൈനൈഡുകാരോട് നിങ്ങൾ ചോദിക്കണം. ഇനിയും ഒരു ചെറിയ കാര്യം കൂടെ ഒരു വിശദീകരണം എന്ന നിലയിൽ നിങ്ങളുമായി പങ്കിട്ടുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കാൻ പോവുകയാണ്. നിങ്ങൾ ഏതെങ്കിലും സമയത്ത് സഭ എന്നാൽ എന്താണ് എന്ന് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ അനേക സെമിനറുകളിൽ മിക്കവാറും എല്ലാ സഭകളുടെയും, കത്തോലിക്ക സഭ ഉൾപ്പെടെ
ഈ സഭ എന്നാൽ എന്താണ് എന്ന ചോദ്യം സെമിനാറുകളിൽ എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഉടനെ ഞാൻ ഉത്തരം പറയുന്നത്, അത് മെത്രാന്മാരാണെങ്കിലും പുരോഹിതന്മാരാണെങ്കിലും അവിടെ വേദശാസ്ത്ര പണ്ഡിതന്മാരാണെങ്കിലും പറയുന്നത്, സഭ എന്നാൽ വിശ്വാസജനമാണെന്ന് പറയും. സഭ ആരാണ്? വിശ്വാസജനമാണ് എന്ന് പറയും. പക്ഷേ സഭയുടെ സ്വത്ത് ആരുടെ കയ്യിലാണ്? മെത്രാന്മാരുടെ കയ്യിലാണ്. സഭയുടെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്ന ആരാണ്? മെത്രാന്മാരുടെ കൗൺസിലായ ഈ സൈനൈഡാണ്. സഭയുടെ സ്ഥാപനങ്ങൾ ആരാണ് നിയന്ത്രിക്കുന്നത്? സഭയുടെ സ്വത്ത്, സഭയുടെ വരുമാനം, സഭയുടെ ചെലവ്, ഇതിലെന്തെങ്കിലും കാര്യത്തിൽ ഐമേനികളായി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സ്ഥാനമുണ്ടോ? ഇല്ല 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 എന്നതാണ്. അപ്പോൾ സഭ എന്നത് വിശ്വാസ സമൂഹത്തിൻ്റെ ഒരു കൂട്ടമാണ് എന്നിവർ പറയുന്നത് പച്ചക്കള്ളമല്ലയോ? വാ തുറന്നാൽ കള്ളം മാത്രം പറയുന്നൊരു വർഗമല്ലയോ ഇത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇനിയും അടുത്ത ഏതെങ്കിലും സമയം കിട്ടുമ്പോൾ ഈ മെത്രാന്മാരോട്, ഈ സൈനൈഡിലെ മെമ്പേഴ്സിനോട് ചോദിക്കണം, സഭ എന്നാൽ എന്താണ്? അവരുടനെ പണ്ട് പഠിച്ച പാട്ട് വീണ്ടും പാടും. അത് വിശ്വാസ സമൂഹമാണെന്ന് പറയും. അന്നേരം പറയണം, നിങ്ങളിങ്ങോട്ട് മാറി നിൽക്കുക, ബാക്കി കാര്യങ്ങൾ നോക്കിക്കോളാം, സഭയെന്ന് പറഞ്ഞാൽ ഞങ്ങളാണല്ലോ, എന്നാൽ നിങ്ങളിങ്ങോട്ട് മാറി നിൽക്കുക എന്ന് പറഞ്ഞിട്ട് സഭയുടെ കാര്യം ഏറ്റെടുത്ത് നിർവഹിക്കാനുള്ള ആർജവം നിങ്ങൾ കാണിക്കണം. ഇതിനോടനുബന്ധിച്ച് നാം മനസ്സിലാക്കേണ്ടത്, ഈ പ്രശ്നങ്ങളുടെ എല്ലാം പരിഹാരം ചർച്ച് ബില്ല് നടപ്പാക്കുക എന്നുള്ളതാണ്. ചർച്ച് ബില്ലിനെ പറ്റി വിശ്വസിക്കാൻ വയ്യാത്ത നുണയാണ് ഈ മെത്രാന്മാർ പറഞ്ഞുണ്ടാക്കി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് വെച്ചിരിക്കുന്നത്. ചർച്ച് ബില്ല് നിയമമായാൽ സഭയുടെ സ്വത്ത് മുഴുവനും സർക്കാർ കൊണ്ടുപോകും, ജനങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ സർക്കാർ കൈയടക്കും. ഇതൊക്കെ പച്ച നുണയാണ്. ഞാൻ ഈ ചർച്ച് ബില്ല് വളരെ സൂക്ഷ്മമായി പഠിച്ചിട്ടുള്ള വ്യക്തിയാണ്. ചർച്ച് ബില്ലിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം സഭാ ജീവിതത്തിൽ, സഭ ഭരിക്കപ്പെടുന്ന വിധത്തിൽ, സഭയുടെ സമ്പത്തുക്കൾ കൈകാര്യം ചെയ്യുന്ന വിധത്തിൽ ജനായത്തപരമായ അടിസ്ഥാന മൂല്യങ്ങളും മാനദണ്ഡങ്ങളും സ്ഥാപിക്കപ്പെടണം എന്നുള്ളതാണ്. നമുക്കറിയാം ഓരോ സഭകളുടെ ഇപ്പോഴത്തെ അവസ്ഥ. അത് പണ്ടത്തെ രാജവാഴ്ചയും വാഴ്ചയും ഉണ്ടായിരുന്ന കാലത്ത് ഉണ്ടാക്കിയതാണ്. അതുകൊണ്ടാണ് പിതാക്കന്മാരിപ്പോഴും ഞങ്ങൾ രാജാക്കന്മാരാണ് പറഞ്ഞ് നടക്കുന്നത്. അവിടെ നടപ്പും കെപ്പും ഇരിപ്പും എല്ലാം അങ്ങനെ തന്നെയാണ്. ബാക്കിയുള്ളൊരു പ്രജകളും അവർ രാജാക്കന്മാരുമാണ്. ജനായത്ത സംസ്കാരത്തെയും മൂല്യങ്ങളെയും മാനദണ്ഡങ്ങളെയും ഇവരൊരു കാലത്ത് പറഞ്ഞിട്ടുമില്ല, സ്വീകരിക്കുകയുമില്ല. ചർച്ച് ബില്ല് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓരോ സഭയ്ക്കും ഓരോ പള്ളി അതിൻ്റെ കാര്യങ്ങൾ, വരുമാനം, ചെലവ്, തീരുമാനങ്ങൾ, സഭയുടെ ജീവിതത്തെ ബാധിക്കുന്ന കാര്യങ്ങൾ, ഇവയൊക്കെയും സംബന്ധമായ തീരുമാനമെടുക്കുവാനുള്ള അധികാരം ആ സഭയിലെ അംഗങ്ങൾ, അവർ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികൾ ഉൾപ്പെടുന്ന ഒരു ട്രസ്റ്റിൽ നിക്ഷിപ്തമാക്കുക എന്നുള്ളതാണ്. ചർച്ച് ബില്ല് വളരെ ശക്തമായി പറയുന്നത്, ഈ ബില്ല് നിയമമാകുമ്പോൾ വിശ്വാസപരമായ ഒരു കാര്യത്തിലും സർക്കാർ ഇടപെടുവാൻ ഉദ്ദേശിച്ചിട്ടുള്ളതല്ല എന്നുള്ളതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ പ്രശ്നങ്ങളുടെ എല്ലാം ഉറവിടം എന്താണ്? ജനങ്ങളുടെ വിശ്വാസ ജീവിതത്തെ, ആത്മീയ ജീവിതത്തെ ബാധിക്കുന്ന തീരുമാനങ്ങൾ എടുക്കുന്നത് മുഴുവനും ജനങ്ങളുമായി യാതൊരു ബന്ധമില്ലാതെ അങ്ങ് അകലെ വസിക്കുന്ന രാജവാഴ്ച അവസാനിച്ച കാലത്ത് ജനായത്ത രീതിയുടെ യുഗത്തിൽ രാജാക്കന്മാരെ പോലെ അർമാദിച്ച് ജീവിക്കുന്ന ചില ആളുകൾ, അവർ ഉൾപ്പെടുന്ന സൈനൈഡ്, അവരാണ് തീരുമാനിക്കുന്നത്. അവരുടെ രാഷ്ട്രീയമായ താല്പര്യമനുസരിച്ചാണ് അവർ തീരുമാനിക്കുന്നത്. ജനങ്ങളുടെ അവസ്ഥ എന്താണെന്നോ അവരുടെ ആത്മീയമായ ആവശ്യം എന്താണെന്നോ ഈ സൈനൈഡ് അംഗങ്ങൾക്ക് യാതൊരു താല്പര്യവുമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അധികാരത്തിൻ്റെ മർക്കട മുഷ്ടി കൊണ്ട് ആരുടെയൊക്കെ തലയടിച്ച് പൊളിക്കാമോ, അതാണ് അവരുടെ താല്പര്യം. ജനങ്ങളെ അടിമത്വത്തിൽ കാത്തു സൂക്ഷിക്കാത്തത് മാത്രമാണ് അവരുടെ താല്പര്യം. അതുകൊണ്ട് നിങ്ങളുടെ രോഗത്തിന് ശമനമുണ്ടാകണമെങ്കിൽ സംശയിക്കേണ്ട, ചർച്ച് ബില്ല് നിയമമാക്കാനുള്ള പരിപാടി ആരംഭിക്കണം. എന്നാൽ അത്
നിയമമാക്കാൻ പോകുന്നു എന്ന് കേട്ടപ്പോൾ കേരളത്തിലെ എല്ലാ മെത്രാന്മാരും ഒരേ കെട്ടായി ചെന്ന് പിണറായി വിജയനെ കണ്ട് അദ്ദേഹത്തെ വിരട്ടി അത് ഇല്ലാതാക്കി കളഞ്ഞു. ആ ഒരു ഇക്വേഷൻ ഈ ഒരു സംഭവത്തിലുമുണ്ട്. എറണാകുളം അങ്കമാലി സംഘർഷത്തിൽ പിണറായി വിജയൻ്റെ പോലീസ് ഈ സയനൈഡിൻ്റെ കൂടെയാണ് എന്നത് വ്യക്തമായിട്ട് അവർ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇത് സർക്കാരും സഭാ നേതൃത്വവും തമ്മിലുള്ളൊരു അഭിഹിത ബന്ധം ജനങ്ങളുടെ അടിമത്തത്തിൻ്റെ ആക്കം വർദ്ധിപ്പിക്കുന്നു എന്ന നഗ്ന യാഥാർത്ഥ്യം ജനം തിരിച്ചറിയണം. അതിനും പരിഹാരം ഈ ചർച്ച് ബില്ല് മാത്രമാണ്. നിങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്ന പള്ളി, അതിൻ്റെ സ്വത്ത്, അതിൻ്റെ വരുമാനം, അതിൻ്റെ ചിലവ്, അവിടെ കാര്യങ്ങളിങ്ങനെ നടക്കണം. അതിനോടനുബന്ധമായി സ്ഥാപനങ്ങളുണ്ടെങ്കിൽ അത് മാന്യമായി നടത്തപ്പെടണം. ഇതിലൊക്കെ കാര്യമായ സ്വാധീനം നൽകുന്ന ജനായത്തപരമായ ഒരു ഭരണരീതി ആവിഷ്കരിക്കുക എന്നതാണ് ചർച്ച് ബില്ലിൻ്റെ ലക്ഷ്യം. അതിനെ എതിർക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പേരിൽ വഞ്ചനയും അഴിമതിയും കള്ളത്തരവും ഭൂമി കുംഭകോണവും പിന്നെ മറ്റ് കലാപരിപാടികളും ചെയ്യാൻ മാത്രം താല്പര്യമുള്ളവർ മാത്രമേ അതിന് ഇറങ്ങിത്തിരിക്കുകയുള്ളൂ. അങ്ങനെയുള്ള ചീഞ്ഞു നാറിയ ഒരു വ്യവസ്ഥിതിയുടെ ഇരകളാണ് നിങ്ങൾ വഴിയിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തല കീറിയിട്ട് കാര്യമൊന്നുമില്ല. നിങ്ങളുടെ അവസ്ഥയുടെ സത്യം അറിയാൻ വയ്യാതെ നിങ്ങൾ വെറും പൊട്ടത്തരം കാണിക്കുകയാണ്. വാസ്തവത്തിൽ ഒരേ ഒരു ചോദ്യമേ ഉള്ളൂ: വിശ്വാസികളായ നിങ്ങൾ അടിമകളായി കഴിയണമോ, അതോ ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന വിധത്തിൽ നിങ്ങൾക്ക് മൗലികമായ അവകാശമുണ്ടാകണം? ഇപ്പോൾ ഭരണഘടന പറയുന്നത് നിങ്ങൾക്ക് ആരാധനാ സ്വാതന്ത്ര്യം ഉണ്ടാകണം. ആ ആരാധനാ സ്വാതന്ത്ര്യത്തെ നിങ്ങളുടെ സഭയുടെ നേതൃത്വം മാനിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഇവർ ഭരണഘടനയുടെ ശത്രുക്കളാണ്. അതെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക. ഒരു വിധത്തിലും ഭാരതത്തിലെ ഭരണഘടനയോട് കൂറില്ലാത്ത, സ്വന്തം താല്പര്യമനുസരിച്ച് മാത്രം രാഷ്ട്രീയ നേതാക്കന്മാരെ മണിയടിച്ച് അല്ലെങ്കിൽ ബട്ടടിച്ച് നിർത്തി അവരെ കൊണ്ട് അവിടെ വിഴുപ്പ് പണ്ടം ചുമപ്പിക്കുന്ന ഒരു പ്രത്യേക രീതിയിലുള്ള ഇരുകാലികളാണിവർ. അവരോട് നിങ്ങൾ യാചിച്ചാൽ, കെഞ്ചിയാൽ അവരുടെ കല്ല് പോലെയുള്ള മനസ്സ് എന്തെങ്കിലും മാറ്റം വരുത്താൻ നിങ്ങളെക്കൊണ്ട് കഴിയുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട്. ഏതായാലും ഇത്രയും നാളുകൊണ്ട് പഠിച്ചില്ലെങ്കിൽ, പണ്ട് കേരളത്തിലെ വനിതാ കമ്മീഷൻ്റെ ചെയർമാൻ പറഞ്ഞതുപോലെ, എന്നാൽ അനുഭവിച്ചു, അല്ലാതെ എന്ത് പറയാൻ.